സ്വന്തം നാടിന്റെ മനോഹാരിത വർണ്ണിക്കാത്തവർ കുറവാണ്. എന്നാൽ ആ പ്രകൃതി രമണീയത തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വിനയായാലോ? ഇത്തരമൊരു ആശങ്ക പങ്കുവെക്കുകയാണ് കോഴിക്കോട് ഫറൂഖ് നഗരസഭയിലെ കോട്ടപ്പാടം നിവാസികൾ. പ്രദേശത്തെ ഓട്ട് കമ്പനികളിലേക്കും ഇഷ്ടിക കളങ്ങളിലേക്കും മണ്ണെടുത്ത് ജലാശയമായി മാറിയതാണ് നല്ലൂർ മിനി സ്റ്റേഡിയത്തിന് പിറകിലെ ഈ സ്ഥലം. കള്ളിച്ചെടികളും കണ്ടലും കൈതയും നിറഞ്ഞതോടെ കണ്ണിന് കുളിർമയേകുന്ന ഇടമായി മാറി. ടൂറിസ്റ്റ് സാധ്യത ഏറെയുള്ള ഇടമാണിവിടം. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വാട്ടർ തീം പാർക്ക് പദ്ധതി ആരംഭിക്കാനുള്ള നീക്കവും അതിവേഗത്തിലായി. എന്നാൽ പദ്ധതി കാരണം ബുദ്ധിമുട്ടിലായത് 100ഓളം കുടുംബങ്ങളാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് പ്രകാരം നിലവിലെ വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താനോ പുതിയവ നിർമ്മിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. വാട്ടർ തീം പാർക്കിൻ്റെ പറഞ്ഞിട്ട് മാസ്റ്റർ പ്ലാൻ ഓഫീസിൽ ഒരു സ്കെച്ച് ഉണ്ട് ഇതിനകത്ത്. ആ സ്കെച്ചിൽ പെട്ട സർവേ നമ്പറുകളിൽ പെട്ട വീടുകൾക്ക് പുനർനിർമ്മാണം അനുവദനീയമല്ല. അതായത് മുനിസിപ്പാലിറ്റിക്ക് അകത്തുനിന്നുള്ള ബിൽഡിംഗ് പെർമിറ്റ് അവർ കൊടുക്കാൻ തയ്യാറല്ല. ഈ സ്കെച്ചിനകത്ത് പെട്ട എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും തങ്ങളെ ഒഴിവാക്കണമെന്നും ഇവിടെ തന്നെ തങ്ങൾക്ക് ജീവിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പദ്ധതി പൂർണ്ണമായും നിർത്തിവെച്ചതായി മുനിസിപ്പൽ ചെയർമാൻ അബ്ദുൾ റസാഖ് പറഞ്ഞു. നാട്ടുകാരാണ് ഇതിന് ഫുള്ള് എതിരുവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൗൺസിലടുത്ത് വാർഡ് സഭയിൽ അതിനെപ്പറ്റി വലിയ ചർച്ച വന്നു. ആ സംഭവം ഇവിടെ വേണ്ടാന്ന് വാർഡ് സഭ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ യോഗത്തിൽ ആ വാർഡ് സഭ തീരുമാനം ചർച്ച ചെയ്യും. അത് പ്രകാരം അവിടേക്ക് ആ പദ്ധതി വേണ്ട എന്ന് മുനിസിപ്പാലിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. ജില്ലാ ആസൂത്രണ സമിതി തുടങ്ങിവെച്ച ഈ പദ്ധതി അവസാനിപ്പിച്ചുവെന്ന് നഗരസഭ പറയുമ്പോഴും വീടിന്റെ പ്ലാൻ അടക്കമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാവാത്തതിനാൽ പ്രദേശവാസികളുടെ ആശങ്കയും അകലുന്നില്ല. വികസനത്തിന് ഇവരാരും എതിരല്ല. പക്ഷേ ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന ഇത്തരം വമ്പൻ പദ്ധതികൾ ഈ പ്രദേശത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. സജി തറയിലിനോടൊപ്പം അഭിന പിച്ചറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.